ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോണത് ഇംഗ്ലണ്ടിലെ തന്നെ ഹയസ്റ്റ് മൗണ്ടൻ എന്നറിയപ്പെടുന്ന സ്കാഫിൽ പൈക്കാണ് ഞങ്ങളിന്ന് ഹൈക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എൻ്റെ കൂടെ കൃപയുണ്ട്, പിന്നെ നമ്മുടെ കൂടെ ഇന്ന് സുരേഷ് ഏട്ടനും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ജാനുവരി മാസമാണ്, അതുകൊണ്ട് തന്നെ മുകളിൽ ഫുൾ സ്നോ കവേർഡ് ആയിട്ട് ഇരിക്കുന്നത്. പക്ഷേ മുകളിലോട്ട് എത്തുമ്പോഴേക്കും വെതർ എങ്ങനെ വേണമെങ്കിലും മാറാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. യെസ്, നമ്മളങ്ങനെ സമ്മിറ്റിലോട്ടുള്ള ലാസ്റ്റ് ഫിഷിലോട്ട് എത്തി. നമുക്ക് നോക്കാം ഇന്ന് അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. ശരിക്കും തന്നെ അടിച്ചു വീണാൽ നമ്മളിപ്പോൾ ഒരു കാൽഭാഗം ഹൈക്ക് ചെയ്തു. നമ്മൾ താഴത്തെ ഈ വാലിയുടെ ആ അറ്റത്തു നിന്നാണ് നമ്മൾ നടന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി വന്നേക്കുന്നത്. ഈ ഒരു പോർഷൻ തൊട്ട് ഫുൾ ബ്ലാക്ക് ഐസും സ്നോവും കവേർഡാണ്. നമുക്കിനി ഇതിൻ്റെ മുകളിലോട്ടാണ് പോകേണ്ടത്. ഞങ്ങളെല്ലാവരും ഈ റൂട്ട് ആദ്യമായിട്ടാണ് വന്നത്. ഞാനും കൃപയും സ്കാഫിൽ പൈക്ക് ആദ്യമായിട്ടാണ് ഹൈക്ക് ചെയ്യുന്നത്. സുരേഷ് ഏട്ടൻ ഇതിനു മുമ്പ് 2 പ്രാവശ്യം സ്കാഫിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂട്ടിൽ സുരേഷ് ഏട്ടൻ ആദ്യമായിട്ടാണ് വരുന്നത്. സോ ഞങ്ങൾക്ക് 3 പേർക്കും ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ്. ഈ സൈഡിലെ സ്നോ മൊത്തം കാറ്റടിച്ചിട്ട് ഇതുപോലെ ഹാർഡായിട്ട് നമ്മൾ നടക്കുമ്പോൾ മൊത്തം ഇതുപോലെ കറുമുറും എന്നുള്ള സൗണ്ടാണ്. പക്ഷേ സോ ബ്യൂട്ടിഫുൾ, മൊത്തം സ്നോ കവേർഡായിട്ട്. മറ്റേ എക്സ്പെഡീഷൻ പോണ പോലെ ഉണ്ട്. ഇവിടെ നല്ല കാറ്റായിട്ടോ. ഞങ്ങളപ്പോൾ കയറി ഒരു 3/4 ഭാഗമായി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ
ആംഗിൾ ടൺ എന്ന് പറയുന്ന ഒരു ടാണിൻ്റെ അടുത്തെത്തി. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ആംഗിൾ ടാൺ അല്ല, ഇതും വേറൊരു ആംഗിൾ ടാൺ ആണ്. അപ്പോൾ ഈ ടാൺ ഫുള്ള് ഫ്രോസൺ ആയിട്ടിരിക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഈ കാണുന്ന ടാൺ മൊത്തം ഫ്രോസ് ആയിട്ടിരിക്കുക. ആ കാണുന്നതാണ് നമുക്ക് പോകാനുള്ള സ്കാഫിൽ പൈക്കിൻ്റെ സമ്മിറ്റ്, ഇംഗ്ലണ്ടിലെ ഹയസ്റ്റ് പോയിന്റ്. നമുക്ക് ഇനിയും എത്താനുണ്ട് അങ്ങോട്ട്. കാറ്റ് കൂടി നല്ലോണം, നല്ല തണുത്ത ഡ്രൈ ആയിട്ടുള്ള കാറ്റ്. അത് കാരണം നമ്മുടെ വെച്ചാൽ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോഴേക്കും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള എയറാണ്. അപ്പോൾ ഭയങ്കര ഗ്ലാസ് ഒക്കെ കയറി പോണ പോലെയുണ്ട്. പക്ഷേ എന്ത് ഭംഗിയാണ് ഇവിടെ എല്ലാം കാണാനായിട്ട്. 360 ഡിഗ്രിയിൽ ഇന്നൊരു ബുധനാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ട്രെയിലിനകത്ത് ഞങ്ങൾ ഇത്രയും നേരിട്ട് ആരെയും കണ്ടിട്ടില്ല. അതാണ് നമ്മൾ ഈ വിൻ്റർ സമയത്ത് ഹൈക്കിങ്ങും ക്യാമ്പിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം അതാണ്. ഒരുപാട് ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ ഈ പറയുന്ന പോലെ ഫുൾ ട്രെയിൽ നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ചില്ല് ചെയ്ത് നമുക്ക് പോകാനായിട്ട് പറ്റും. ഇതിപ്പോൾ കണ്ടോ, ഈ ഫുൾ ട്രെയിൽ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും വെതർ മാറോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നമുക്കെന്തായാലും നോക്കാം. ഞങ്ങൾ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആയിട്ട് വന്നേക്കുന്നത്. നമ്മുടെ കയ്യിൽ ഡൗൺ ജാക്കറ്റും ഷെല്ലും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ എന്ത് വെതർ വന്നാലും നമുക്ക് നോക്കാം എന്നുള്ളൊരു മൂഡിലാണ്. ലെറ്റ്സ് സീ. ആ ശരിയാണ് കേട്ടോ. ആ ഞാൻ ഈ കല്ലുണ്ട്. ആ ഇവിടെയൊക്കെ ചിലപ്പോൾ കുഴിഞ്ഞങ്ങ് പോകും നമ്മൾ. കണ്ടോ ഗൈസ്, ഇതുപോലത്തെ ചെറിയ മൈക്രോ സ്പൈക്സ് ആണെങ്കിലും മതി. കാരണം ഇത് നോക്കി, നമ്മൾ വെറുതെ ചവിട്ടിയാൽ തന്നെ തെന്നിപ്പോവും. ഇത് ഐസ് തന്നെയാണ്, ബട്ട് ഇതുപോലെ ഗ്ലാസ് പോലെ ഇരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു മൈക്രോ സ്പൈക്കായിട്ട് കയറുക. അപ്പോൾ നമ്മൾ വളരെ പതുക്കെ സൂക്ഷിച്ചാണ് കയറുന്നത്. കാരണം ഫ്രണ്ടിൽ സുരേഷേട്ടൻ പോകുമ്പോൾ പുള്ളിയുടെ കാൽപാദം അത് ഫോളോ ചെയ്താണ് പോണത്. കണ്ടോ, ഇങ്ങനെ ആ കാണുന്നതാണ് സ്കാഫിലിൻ്റെ സമ്മിറ്റ് വരുന്നത്, അതിൻ്റെ മുകളിൽ. സോ നമുക്ക് അവിടെയും വരെ ഇനി കയറണം. ഓൾമോസ്റ്റ് സൺസെറ്റിൻ്റെ സമയമാകാറായി. കാരണം ഇപ്പോൾ വിൻ്റർ ആയിരിക്കുന്നതുകൊണ്ട് സൺ പെട്ടെന്ന് സെറ്റ് ചെയ്യും. ഒരു 4-4:30 ഒക്കെ ആകുമ്പോഴേക്കും സൺസെറ്റ് ആവും. അപ്പോൾ നമ്മൾ സൺസെറ്റിൻ്റെ ഉള്ളിൽ മുകളിലെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു. കാരണം ഡേ ലൈറ്റ് പെട്ടെന്ന് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനത്തെ ഈ ബ്ലാക്ക് ഐസ് വഴി നമുക്ക് ഇറങ്ങണം. അപ്പോൾ കയറുന്നതിനേക്കാളും വളരെ ബുദ്ധിമുട്ടാണ് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ലൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളിതിന് പ്രിപ്പയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇതാണ് അതിൻ്റെ ഒരു രസം. നമുക്ക് നോക്കാം മുകളിൽ എന്താ അവസ്ഥ. ആ നമ്മളങ്ങനെ സമ്മിറ്റിലോട്ട് എത്തുന്നതിന് മുമ്പ് ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നു. ഇവിടെ എല്ലാവരും ഉണ്ട്. യെസ്, ആരും മിസ്സായിട്ടില്ല. സോസേജ് റോൾസ് ചില്ല് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ട്. വ്യൂ നോക്കിയേ.
ആദ്യം ഓർത്തു ഈ ബാക്കിൽ കാണുന്നതാണ് സ്കാഫിൽ നിന്ന്, പക്ഷെ അത് എസ്കപൈക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു മൗണ്ടനാണ്. ഈ മാപ്പിനകത്ത് ഈ കാണുന്ന പോലെ എസ്കപൈക്ക്. നമുക്കിനി ഈ വഴി നേരെ അങ്ങ് പോയിട്ട് അവിടെ നിന്ന് ഒരു എലിവേഷനും കൂടെ നമുക്ക് കയറാനായിട്ട്. ക്രാംപോൺസ് ഇല്ലാത്ത കാരണം നമുക്ക് ഇതിലെ കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം തെന്നി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഒരു വിധത്തിനകത്ത് ഹൈക്കിംഗ് സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് കുത്തി മെല്ലെയാണ് കയറുന്നത്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 750 മീറ്റേഴ്സ് ആയിട്ടുള്ളൂ. ഡേ ലൈറ്റ് എല്ലാം പോയി, പക്ഷേ നമ്മൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്യുന്നില്ല. എന്തായാലും ഇത്രയായി, ഇനിയിപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ട് ഇറങ്ങാം എന്നുള്ള മൈൻഡിൽ തന്നെ കയറുകയാണ്. യെസ്, എന്തായാലും നനഞ്ഞു. ഇനിയിപ്പോൾ സബ്മിറ്റ് അടിച്ചിട്ടുള്ള കാര്യം. അതെ, എന്തായാലും ഇംഗ്ലണ്ടിലെ ഹയസ്റ്റ് പീക്ക് അത് കീഴടക്കിയിട്ട് ബാക്കി കാര്യം. ലെറ്റ്സ് ഗോ. നമുക്കിനി ഇവിടുന്ന് ഇങ്ങനെ കയറി അതിൻ്റെ അപ്പുറമായിട്ടാണ് സമ്മിറ്റ് വരുന്നത്. അതല്ലേ നമ്മൾ ഓരോ കയറ്റം കയറി മുകളിൽ എത്തുമ്പോഴായിരിക്കും അടുത്ത മല കാണുന്നത്. സർപ്രൈസ് പറഞ്ഞുകൊണ്ട് ചക്കക്കല്ല് എന്തോ ആ പാടല്ലേ. ഇങ്ങനെ നോക്കാം നമുക്ക്. ആ യെസ്, നമ്മളങ്ങനെ സമ്മിറ്റിലോട്ടുള്ള ലാസ്റ്റ് വിഷിലോട്ട് എത്തി. മുകളിലോട്ട് നടന്ന് എത്തിയെന്ന് വിചാരിച്ച് വന്നപ്പോഴേക്കും പിന്നെ നമുക്ക് താഴത്തോട്ട് ഒരു ഇറങ്ങിയിട്ട് വേണം. ഇനിയിപ്പോൾ ഈ കാണുന്ന പോലെ മുകളിലോട്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റണല്ലോ. നമുക്ക് ഇനി ഇങ്ങനെ മുകളിലോട്ട് പോകണം. ഇനി ഒരു 10-15 മിനിറ്റും കൂടെ കയറിയാലാണ് നമ്മൾ സമ്മിറ്റിലോട്ട് എത്തുള്ളൂ. അതാണ്, നമ്മൾ ഓരോ മല കയറി എത്തുമ്പോഴായിരിക്കും അടുത്ത മല കാണുന്നത്. എന്തായാലും ഇപ്പോൾ ഇത്രയായി. എന്തായാലും ഇനി സബ്മിറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. നോക്കാം. ഫൈനലി നമ്മളെത്തി ഗൈസ്. ഇത് ഫുൾ ഐസ് കാണാൻ പറ്റില്ല. ആണ് സ്കാഫിലെ ട്രിക്ക് പോയിന്റ് വരുന്നത്. ഓ ഷിറ്റ്, ഇപ്പൊ കാറ്റ് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഓ ഇനി മുകളിലോട്ട് കയറാനായിട്ട് നോക്കാട്ടോ. ഓ ഷിറ്റ് ആ made it. എഴുതിയിട്ടില്ല, മാത്രമേ. പിന്നെ
വരുന്നത്. നെയിം പ്ലേറ്റ് ഉണ്ട്, പക്ഷെ അത് ഫുൾ ക്രോസ് ആയിട്ട് ഇരിക്കും. കണ്ടോ, ഇവിടെ നെയിം പ്ലേറ്റ് ഉണ്ട് ഗൈസ്, പക്ഷെ കണ്ടോ ഫുൾ ഐസായിട്ട് ഇരിക്കുക. ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഇതിൻ്റെ പരിപാടികളൊക്കെ. ഓ ഇല്ല, കട്ട് ഐസാണോ? ഇല്ലല്ലേ, പോയില്ല. പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു ഈ നല്ലോണം ചാലഞ്ചിങ് ആയിരുന്നു. പിന്നെ 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് അത് കീഴടക്കി. പക്ഷെ ലൈറ്റ് പോയേക്കണേ, വിന്ററിനകത്ത് വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ അതാണ്, ഡേ ലൈറ്റ് പെട്ടെന്ന് പോകും. ബട്ട് സോഫാർ നമ്മളത് അച്ചീവ് ചെയ്തു. 3 പേരും അങ്ങനെ ഇംഗ്ലണ്ടിലെ ഹൈസ്റ്റ് പീക്ക് എന്നറിയപ്പെടുന്ന സ്കാഫൽ പൈക്ക് കോൺകർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ മറ്റൊരു അഡ്വഞ്ചറസ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.